1940കളുടെ തുടക്കം. ബാല്യകാല സഖി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു നോവൽ മുസ്ലിം വിരുദ്ധമാണെന്നും അത് പ്രസിദ്ധീകരിക്കരുതെന്നും കൊച്ചിയിലെ ഒരു മുസ്ലിം സംഘടനയുടെ പ്രസിഡന്റ് വിളിച്ചു പറയുന്നു. അന്ന് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത പുതിയ സാഹിത്യകാരന്റെ പുസ്തകമാണ് ബാല്യകാല സഖി. ആ സാഹിത്യകാരന്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ. എന്നാൽ കാലം ആ കൃതിയെ അംഗീകരിച്ചു. അത്രനാളും മലയാളി വായിച്ചറിഞ്ഞ കാവും കുളവും ക്ഷേത്രത്തിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി മുസ്ലിം സാമൂഹിക പശ്ചാത്തലത്തിൽ അദ്ദേഹം കഥ പറഞ്ഞു. മലയാളത്തിൽ സംസ്കൃത സ്വാധീനം കലർന്ന കാലത്ത് വാമൊഴി സാഹിത്യത്തിലേക്ക് അദ്ദേഹം വഴിവെട്ടി. ഇന്ന് പറയുന്നത് ആ സുൽത്താനെ കുറിച്ചാണ്. ഈ അണ്ടകടാഹത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മെ പഠിപ്പിച്ച വിശ്വസാഹിത്യകാരൻ. ലളിത സുന്ദരമായ ഭാഷയിലൂടെ ഒരു കാലഘട്ടത്തെ ആകെ അടയാളപ്പെടുത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ പകരക്കാരനില്ലാത്ത മലയാള സാഹിത്യ പ്രതിഭയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ രചനകൾ മലയാളികൾക്ക് തണുപ്പും തണലുമാണ്. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോല പറമ്പിലായിരുന്നു ബഷീറിന്റെ ജനനം. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിയെ കാണാനായി വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചത് മുതലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മാറി തുടങ്ങിയത്. കോഴിക്കോട്ടെത്തി ഗാന്ധിജിയെ കണ്ട ബഷീർ പിന്നീട് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ 1930 അദ്ദേഹം ജയിലിലായി. സമരത്തിനിടെ ഗാന്ധിയെ തൊട്ട കഥ പിൽക്കാലത്ത് അഭിമാനത്തോടെ പരാമർശിച്ച ബഷീർ പതിയെ എഴുത്തിലേക്ക് തിരിയുകയായിരുന്നു. അക്കാര്യത്തെക്കുറിച്ചും അദ്ദേഹം രസകരമായി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: കുഴിമടിയന്മാരായ ബടുക്കൂസുകൾക്ക് ചെയ്യാൻ പറ്റിയൊരു പണിയെപ്പറ്റി തല പുകഞ്ഞാലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി. സാഹിത്യം. എഴുത്തുകാരനാവുക. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ഇച്ചിരി പിടിയോളം ഉണ്ടല്ലോ, അവനെയൊക്കെ കാച്ചിയാൽ മതി. എഴുതി. അങ്ങനെ ഞാൻ എഴുത്തുകാരനായി. പക്ഷേ ആ എഴുത്തുകൾ മലയാളികൾക്ക് പുതിയൊരു ഭാവപ്രപഞ്ചമാണ് പിന്നീട് തുറന്നു നൽകിയത്. മലയാള ഭാഷ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആഖ്യാനവും പ്രയോഗങ്ങളും ആ തൂലികയിലൂടെ പ്രവഹിച്ചുകൊണ്ടിരുന്നു. മലയാളിയുടെ പ്രിയപ്പെട്ടവനാകാൻ ബഷീറിന് അധികം സമയമെടുത്തില്ല. വായനക്കാർ ബഷീറിന്റെ നർമ്മരസങ്ങളിലൂടെ ഊറി ഊറി ചിരിച്ചു, ചിലപ്പോഴൊക്കെ വിതുമ്പി. ബഷീറിയൻ സാഹിത്യം പിൻകാലത്ത് മലയാളത്തിലെ ഒരു സാഹിത്യ ശാഖയായി പരിണമിക്കപ്പെട്ടു. അദ്ദേഹം ബേപ്പൂർ സുൽത്താനായി. സാധാരണക്കാരുടെ ജീവിതമായിരുന്നു ബഷീർ എപ്പോഴും എഴുതിയത്. ജയിൽ പുള്ളികളും പട്ടിണി കിടക്കുന്നവരും സ്വവർഗാനുരാഗികളും ഭിക്ഷക്കാരും വേശ്യകളും എല്ലാം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി. സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും ബഷീർ സ്നേഹിച്ചു. മൂർഖനും ആടും പൂച്ചയും മൂക്കനും ആനയുമെല്ലാം അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിച്ചു. അവരൊക്കെ തന്നെയായിരുന്നു ബഷീർ കഥകളിലെ നായകന്മാരും. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ബഷീർ എന്ന് കടലാസിലേക്ക് പകർത്തിയ ജീവിതങ്ങളൊക്കെ ഇന്ന് മലയാളത്തിന്റെ ക്ലാസിക്കുകളാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു, മതിലുകൾ, പ്രേമലേഖനം, അനർഘ നിമിഷം എന്നിവ സാഹിത്യപ്രേമികൾ ഇന്നും നെഞ്ചേറ്റുന്ന ബഷീറിയൻ ക്ലാസിക്കുകളിൽ ചിലത് മാത്രം. 1944 ബഷീറിയൻ കൃതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ബാല്യകാല സഖി പിറന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ശരിയല്ല. ബാല്യകാല സഖിക്ക് മുൻപ് തന്നെ ജീവിത നിഴൽപ്പാടുകൾ, പ്രേമലേഖനം എന്നീ നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നാൽ ബഷീറിന്റെ ബാല്യകാല സഖി ആദ്യം ജനിക്കുന്നത് ആംഗലേയത്തിലാണ്. കൽക്കത്തയിലെ കടമുറിയിൽ നിന്നും പുസ്തകത്താളിലേക്ക് വീണ ആ ഇംഗ്ലീഷ് സാഹിത്യത്തെ പൂർത്തീകരിക്കാൻ ബഷീറിനായില്ല. എന്നാൽ തിരിച്ച് നാട്ടിലെത്തിയതോടെ അദ്ദേഹം മലയാളത്തിൽ സരസമായും സുന്ദരമായും എഴുത്തു തുടങ്ങി. 1940-42 കാലത്താണ് ഹോസ്റ്റൽ വാർഡനായിരിക്കെ ബഷീർ മലയാളത്തിലെ എക്കാലത്തെയും തീവ്ര ദുഃഖത്തിന്റെ തുടക്കം കുറിച്ചത്. ഇന്ന് കാണുന്നതിനേക്കാൾ 4 ഇരട്ടിയായിരുന്നത്രേ അന്നത്തെ ബാല്യകാല സഖി. ബഷീറിന്റെ പുതിയ കഥ മുസ്ലിം മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന ഒരു പരാതി അക്കാലത്ത് ഉയർന്നു വന്നു. തുടർന്ന് ഇത് അച്ചടിക്കരുതെന്നും മുസ്ലിം അസോസിയേഷൻ പ്രസിഡന്റ് കട്ടായം പറഞ്ഞിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് MP പോളിന്റെ അവതാരികയോടെ ബാല്യകാല സഖി പിറക്കുന്നത്. അന്ന് അതിന്റെ പുറന്താൾ ചിത്രം വരച്ചതും ബഷീർ തന്നെയാണ്. എന്നാൽ അതിനു മുൻപ് ബഷീറിനെ ചൊടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ഫോറങ്ങൾ അച്ചടിച്ച് വായിച്ചു നോക്കിയ ബഷീർ ഞെട്ടിപ്പോയി. താൻ ജന്മം നൽകിയ ബാല്യകാല സഖിയായിരുന്നില്ല അത്. പലതും തിരുത്തിയിരിക്കുന്നു. ഞമ്മയെല്ലാം നമ്മളായി. പ്രാദേശിക മലയാളത്തെ വികലപ്പെടുത്തി സംസ്കൃത പാരായണം നടത്തിയിരിക്കുകയാണ്. ബഷീറിന് ദേഷ്യം പിടിച്ചു. അച്ചടിച്ച ഫോറങ്ങളെല്ലാം എടുത്ത് മൂപ്പര് പ്രസ്സിന് മുന്നിലിട്ട് തീയിട്ട് ചാമ്പലാക്കി. താൻ എഴുതിയത് തിരുത്തരുതെന്ന് അദ്ദേഹം ശഠിച്ചു. വാമൊഴിയെ അംഗീകരിക്കാത്ത മലയാള സാഹിത്യത്തിന്റെ കാലഘട്ടത്തിൽ പ്രാദേശിക ഭാഷ വികലമാണെന്ന പൊതുബോധത്തിനെതിരെയാണ് അന്ന് ബഷീർ പോരാടിയത്. 1944 മെയ് 13 മജീദും സുഹറയും മലയാളികളിലേക്ക് എത്തി. നായർ തറവാടും
കുളവും കാവും മാത്രം നിലനിന്ന സവർണ ഹിന്ദുത്വ ഭാഷ്യത്തിന് വിരുദ്ധമായി മുസ്ലിം സാമൂഹിക ജീവിതം വരച്ചുകാട്ടുകയായിരുന്നു ബഷീർ. അദ്ദേഹത്തിന്റെ നർമ്മം കലർന്ന സംഭാഷണ ശകലം എല്ലാവരെയും ചിരിപ്പിച്ചു. അങ്ങനെയാണല്ലോ ഇമ്മിണി ബല്യ ഒന്നിനെ അന്നത്തെ ചെറുപ്പം ഏറ്റെടുത്തത്. കൃത്യമായ രാഷ്ട്രീയം പറയാനും ബഷീർ മടി കാണിച്ചില്ല. അതായിരിക്കണം അന്ന് പല മതപണ്ഡിതർക്കും ബഷീറിനോട് അല്പം പരിഭവം തോന്നിയത്. 80 വർഷം മുൻപത്തെ മലയാളികളുടെ പൊതുബോധത്തിനേറ്റ പ്രഹരമായിരുന്നു ബഷീറിയൻ എഴുത്തുകൾ. ഏറ്റവും വിവർത്തനം ചെയ്ത ബഷീറിയൻ കൃതിയും ബാല്യകാലസഖിയാണ്. ഇംഗ്ലീഷ് അടക്കം പല ഭാഷകളിലും ഇന്നും മജീദും സുഹറയും സംസാരിക്കുന്നു. എന്നാൽ മലയാളത്തിലെ വാമൊഴിയെ പരിഭാഷപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നാണ് പലരും പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 1994 ജൂലൈ 5 ഇഹലോകത്ത് നിന്നും വിടവാങ്ങിയ ബഷീർ എന്ന ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾ സാഹിത്യപ്രേമികൾക്ക് ഇന്നും മനസ്സിലൊരു കുളിർമയാണ്. മാങ്കോസ്റ്റീൻ മരച്ചുവട്ടിലെ ചാരുകസേരയിലിരുന്ന് തൻ്റെ ഗ്രാമഫോണിൽ സോജ രാജകുമാരി പാട്ടും കേട്ടിരിക്കുന്ന ബഷീറിന്റെ ചിത്രം ഇന്ന് മലയാള സാഹിത്യത്തിന്റെ തന്നെ ഒരു ബ്രാൻഡായിരിക്കുന്നു. ആ സാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ച് ഞാൻ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.